ഇപ്പോഴും നിങ്ങൾ ഈ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വെൽ ഡൺ. ഒരു കാര്യമില്ല. എത്ര ദിവസം നമ്മൾ ആഴ്ചയിൽ ട്രെയിൻ ചെയ്യണം എന്നത് അടിസ്ഥാനമാക്കുന്ന പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങളുടെ ഗോൾ, നിങ്ങളുടെ നീഡ് എന്താണ്, അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ വീക്ക്ലി എത്ര ദിവസം നമ്മൾ വർക്കൗട്ട് ചെയ്യണം. വെയ്റ്റ് ട്രെയിനിങ് ആണോ, അതോ ഏത് ടൈപ്പ് ഓഫ് ട്രെയിനിങ് നമ്മൾ ചൂസ് ചെയ്യണം, എക്സസൈസ് ഏത് മെത്തേഡ് പോകണം എന്ന കാര്യമൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അതനുസരിച്ചാണ്. ആഴ്ചയിൽ നമ്മൾ 7 ദിവസം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് പ്രോപ്പറായിട്ട് റിക്കവറി ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. വിത്തൗട്ട് റിക്കവറി ഒരു കാര്യമില്ല ഗൈസ്. അപ്പോൾ ആഴ്ചയിൽ 7 ഡേയ്സ് വർക്കൗട്ട് ചെയ്യുന്നത് ലിറ്ററലി വേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ 6 ഡേയ്സ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ? യെസ്. ആഴ്ചയിൽ 6 ഡേയ്സ് വർക്കൗട്ട് ചെയ്യുന്ന ഓക്കെ, ഫൈനാണ്, ഗുഡാണ്, കുഴപ്പമില്ല. നമുക്ക് 1 ഡേ റിക്കവറി ഉണ്ട്. പക്ഷേ നമുക്കൊരു പെർഫെക്റ്റ് ഒപ്റ്റിമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 to 5 ഡേയ്സ് ആണ് പെർഫെക്റ്റ് ആഴ്ചയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ. ക്ലിയർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആസ് എ ഹെൽത്ത് വൈസ് മാത്രം നോക്കുന്ന, ഒരു ഫിറ്റ്നസ് മാത്രം നോക്കുന്ന ഒരു നോർമൽ പേഴ്സൺ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം വർക്കൗട്ട് ചെയ്താൽ മതി, പെർഫെക്റ്റ് ആണ്. അതേസമയം ആസ് എ ഒരു ബോഡി ബിൽഡർ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫിറ്റ്നസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമുക്കൊരു 4 to 5 ഡേയ്സ് പെർഫെക്റ്റ് ആണ് ഗൈസ്. അതിൽ ഫോക്കസ് ചെയ്യാൻ നോക്കും. നിങ്ങൾ എന്നിട്ട് കൂടുതലും റിക്കവറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ പൊതുവേ ചെയ്തുകൊണ്ടിരുന്നൊരു മിസ്റ്റേക്ക് ആയിരുന്നു എൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ. അതിൽ ട്രെയിൻ ഒരു 6 to 7 ഡേയ്സ് ഞാൻ ട്രെയിൻ ചെയ്യുമായിരുന്നു ആഴ്ചയിൽ. സത്യം പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഇഷ്ടമാണെന്നും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ബാക്കി നമ്മുടെ ബോഡീനെയും കൂടെ നമ്മളൊന്ന് നോക്കണം. ബേസിക്കലി നമ്മൾ വെയിറ്റ് ട്രെയിൻ ചെയ്യുന്ന ഒരു വ്യക്തി ഒരു 4 to 5 ഡേയ്സ് ആണ് ഏറ്റവും ഒപ്റ്റിമലായിട്ട് നമുക്കുള്ളത്. പ്രോപ്പർ റിക്കവറി നമ്മൾ കൊടുക്കുക. ആഴ്ചയിൽ എല്ലാ ദിവസവും വീട്ടിൽ ഒരു കാര്യമില്ല. നമുക്കൊരു 6 ഡേയ്സ് ഒക്കെ ചെയ്യാം, ഓക്കെ ഫൈൻ.